ചാനലിലേക്ക് വണക്കം, വന്ദനം, സ്വാഗതം, നമസ്കാരം. അപ്പം ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്ന് ഒരു സാറ്റർഡേ ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു സമയം 12 മണി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ കാറിലാണ്. മാഷുണ്ട്. ഹലോ. അയ്യോ ധ്രുവൻ, ആരാണ് ഇരിക്കുന്നത്? ഉറങ്ങിപ്പോയാ? അയ്യോ ധ്രുവ ഉറങ്ങിപ്പോയി. പറയുന്നില്ലേ, സ്വാഗതം പറയുന്നില്ലേ ധ്രുവൻ? അയ്യോ മിണ്ടുന്നില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോവാണ്. പോകുന്ന സ്ഥലത്തിന്റെ പേര് സ്റ്റെർലിങ്. ഞങ്ങൾ ഒരാളെ കാണാൻ വേണ്ടി പോവാണ്. കാണാൻ പോകുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്കോട്ടിഷ് ആയിട്ടുള്ള ഒരു അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ എന്നാണ് നമ്മൾ പറയുന്നത്. ആളുടെ പേര് റോഡ്രിക്. നമ്മൾ റോഡി അപ്പൂപ്പൻ എന്നാണ്. ധ്രുവന്റെ റോഡി അപ്പൂപ്പനാണ്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റോഡി അപ്പൂപ്പനെ കാണാൻ വേണ്ടി പോകും. ഈ റോഡി അപ്പൂപ്പൻ ആരാന്ന് പറഞ്ഞാൽ അറിയില്ല. എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഫാമിലിൻ്റെ പാർട്ടാണ് ഇപ്പം റോഡി അപ്പൂപ്പൻ എന്ന് പറയുന്നത്. 2.5 വർഷങ്ങൾക്ക് മുമ്പ് ആരോ ആയിരുന്നു, എവിടെയോ ഉള്ള ഒരാളായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് നമ്മളുടെ ഒരാളാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിലുള്ള ഒരാളാണെന്ന് നമ്മൾ കരുതിയാണ് നമ്മൾ ആ ഒരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. റോഡി എന്ന് പറയുന്നത് 2.5 വർഷങ്ങൾക്ക് മുന്നേ മാഷ് ഇവിടെ സ്റ്റെർലിങ്ങിൽ ആദ്യമായിട്ട് മാസ്റ്റേഴ്സ് എടുക്കാൻ വന്നപ്പം ആളുടെ കൂടെയാണ് നിന്നത്. ലാൻഡ് ലോഡായിരുന്നു അല്ലേ? അപ്പം അതിനുശേഷം നല്ലൊരു ബന്ധം, ഒരു റിലേഷൻ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൂപ്പനായിട്ട്. കൂടെ നമ്മൾ പോയി കാണാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയിരുന്ന ആഹാരമൊക്കെ കഴിച്ച് കുറച്ചു നേരം പുള്ളിക്കാരനുമായിട്ട് സ്പെൻഡ് ചെയ്യും. ആളൊറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം നമ്മളെ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് ധ്രുവനെ കാണുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റോഡ്രിക് അപ്പൂപ്പനായിട്ട് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ടല്ലേ റോഡ്രിക്കിനെ പറ്റി. പറയാൻ കുറേ കഥകളുണ്ട്. അപ്പം അങ്ങനെ ഒരു ബന്ധമാണ് നമ്മൾ എല്ലാവരും തമ്മിലുള്ളത്. അങ്ങനെ ഇപ്പം നമ്മൾ അപ്പൂപ്പനെ കാണാൻ വേണ്ടി പോവാണ്. നമുക്കിനി വഴിയെ വിശേഷങ്ങൾ കാണാം. ഇനി അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ സ്റ്റെർലിങ് എത്തിയിട്ടുണ്ട്. ഇതുവഴി പോകുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ അല്ലേ അയവറക്കുന്ന ആര് മാഷ് ഞങ്ങളും ഉണ്ട് കേട്ടോ. കുറച്ചാൾ ഒരു 2 ആഴ്ച നമ്മളും ഇവിടെ നിന്നിട്ടുണ്ട്. വന്ന സമയത്ത് നമുക്ക് വീട് കിട്ടാഞ്ഞ് ഈ അപ്പൂപ്പനാണ് ഞങ്ങളെ ഒത്തിരി സഹായിച്ചിട്ടുള്ളത്. ഇവിടെയാണ് അപ്പൂപ്പന്റെ വീട്. ഏറ്റവും അറ്റത്തല്ലേ? ഇവിടെയാണ് അപ്പൂപ്പന്റെ വീട്. നോക്കിക്കേ, ഇതാണ് നമ്മളുടെ സ്റ്റെർലിങ്. മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. ഭയങ്കര പ്രകൃതി ഭംഗിയേറിയൊരു സ്ഥലമാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ഭംഗിയാണ് ഈ സ്ഥലം കാണാനെന്ന്. ഇതൊക്കെ വീടുകളാണ്, ഫ്ലാറ്റ് പോലത്തെ എല്ലാം പഴയ ബിൽഡിങ്ങുകളാണ്. സ്റ്റെർലിങ്ങിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്, ഇവിടെ സ്കോട്ട്ലൻഡ് പറയുന്നത് തന്നെ എല്ലാം ഇങ്ങനത്തെ പഴയ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ആണ് ഇവിടുത്തെ ഒരു ഭംഗി മൊത്തം. പിന്നെ ഇവിടുത്തെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ഗൈസ്, ഇതാണ് നമ്മളുടെ റോഡി അപ്പൂപ്പൻ. ഹായ് റോഡി. You are looking very handsome. Hey baby, how you doing? അപ്പൂപ്പൻ ഭയങ്കര സുന്ദരനായിട്ട് ഇന്നിരിക്കുന്നു. മുടിയൊക്കെ കഴിഞ്ഞ വട്ടം നമ്മൾ കണ്ടപ്പോൾ മുടിയൊന്നും വെട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ മുടിയൊക്കെ വെട്ടി നല്ല സുന്ദരനായിട്ടിരിക്കുന്നു. ധ്രുവന് ചോക്ലേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ കാറിലിരിക്കുവാണ്. അപ്പൂപ്പന് കാറിൽ കയറിയപ്പോൾ പറഞ്ഞു ഡാല് കറി ഭയങ്കര ഇഷ്ടമാണ്, നമ്മളുടെ ഡാല്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഒരു ഡാല് കറി വെച്ച് തരാം, അപ്പൂപ്പന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വെക്കാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ആര് തന്നതാ?
ഏത് അപ്പൂപ്പൻ? അപ്പൂപ്പന്റെ പേര് പറഞ്ഞൂടെ എല്ലാവർക്കും? റോഡി അപ്പൂപ്പൻ തന്നതാ. ഒരു കവർ കഴിച്ചു ധ്രുവൻ, രണ്ടാമത്തെ കവറാണ് കഴിക്കുന്നത്. അച്ഛൻ പറഞ്ഞാൽ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. താങ്ക് യു. നീ ഇത് വാങ്ങിച്ചു തരട്ടെ? ഇടയ്ക്ക് വാങ്ങിച്ചു തരാം, എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല. അങ്ങനെ അപ്പൂപ്പൻ ഇവിടെ ടെസ്കോ എന്ന് പറഞ്ഞ സ്റ്റോറിൽ പോയേക്കുക. ഡാല് കറി വെക്കാൻ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മുളക് വേണം, തക്കാളി വേണം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞു. അങ്ങനെ അപ്പൂപ്പ അത് വാങ്ങിക്കാൻ വേണ്ടി പോയേക്കുവാണ്. അത് കൂടാതെ എനിക്ക് എഗ് റോള് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സ്കോട്ടിഷ് എഗ് റോള് ഭയങ്കര, പുള്ളിക്കാരൻ പറയണ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളതും ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവരുടെ. See, these are poisonous as well. What is it, Rodi? These are poisonous. You know, these little berries. Don't ask me why, but just every child learns that. You know? Yeah, well, that's it down. I like it. Another apple tree there. Look. I never get down there. You got a better view from up here. It's nice. It's nice, isn't it? Yeah, The garden's it's very really nice. pretty, isn't it? The garden. I know. ഭയങ്കര രസമല്ലേ? It's very pretty. It's so quiet here. Maybe that day we were out, we saw that cat. It looks really wild. Yeah, you remember everything better. ഞങ്ങൾ അങ്ങനെ അപ്പൂപ്പൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം അപ്പൂപ്പനൊരു ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. നമ്മളുടെ ഒരു സ്റ്റൈൽ ഏലക്കയൊക്കെ ഇട്ടൊരു ചായ ഉണ്ടാക്കാമെന്ന് വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ ചായ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവാണ്. ധ്രുവൻ മാഷ്മെല്ലോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണിത്? പെപ്പ പീക്ക്. നല്ല മധുരം ആണ് നമ്മളുടെ ചായ. ഇനിയിപ്പം ഞാൻ ഡാൽ കറി ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് അങ്ങനെ അപ്പൂപ്പനുള്ള ചായ റെഡി ആയിട്ടുണ്ട്. ഡാലിയറിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി. നമ്മളുടെ സവോള അരിഞ്ഞു, പച്ചമുളക്, തക്കാളി, കുറച്ച് ഉപ്പിട്ടു, വെള്ളം ഒഴിച്ച് ഡാലും ഇട്ട് ഇനി നമ്മൾ കുക്കറിൽ വെക്കാൻ പോവാണ്. ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ ടീ ഫോർ റോഡി. Oh, thank you. Thank you. Oh, Just let me know how it is, Rodri. Tastes like barfi. You know barfi? No, I have not. Indian sweeties. I can. So like a It's barfi. like a peda thing. Peda. Has it got, Is that too sweety for you? No, it's nice. So I have put something else. Can you just let me know, Rodri? I can tell there's cardamom. Yeah. Brilliant. Green elaichi. I can dig that. Okay. Because they use that in barfi. Yeah, I I know. It's beautiful. It's sweet and Yeah, I sweet can- and savoury. Yeah. elaichi. I have Well, the tasted black it, one, the Rodri. black one's Yeah. really strong. Yeah. Actually, the black elaichi is nice. Yeah, I'm going to Rodri. try and use that sometime. അങ്ങനെ കടു വറുക്കാനുള്ള ഒനിയൻ, ഗാർലിക്, പിന്നെ ഞാൻ കുറച്ച് ഗാർലിക് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഇടാൻ. ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡാൽ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പൂപ്പന് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നതാണ് ഒരു വലിയൊരു ചോദ്യം. നമുക്ക് ചോദിച്ചു നോക്കാം. Looks delicious. It's really quick. Come here, put that. Rodri, it's a bit hot. That's really hot, Rodri. Yeah. Looks nice. It's
Very nice. Beautiful. Very good. Very good. താങ്ക് യു റോഡി. Balance of flavors. The flavors are very well balanced. അങ്ങനെ അപ്പൂപ്പന് നമ്മൾ ദാൽ കറി ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ അപ്പൂപ്പനാണെങ്കിൽ ഇത് തൊട്ടില്ല, ഇവിടെ തൊട്ടില്ല എന്ന് പറയും. ഇത് വെച്ചാണ്, ഇത് വീട്ടിൻ്റെയാണ്. അപ്പോൾ ഇത് വെച്ച് കഴിക്കാനാണ് പ്ലാന് ദാലിൻ്റെ കൂടെ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും ഇവിടുന്ന്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ.